നമ്മുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നമ്മളാണ്. നല്ലൊരു മനുഷ്യനായാലും നല്ലൊരു ബിസിനസ്സുകാരനാകാൻ കഴിയുള്ളൂ. വിസ വ്യാജ വിസയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഉടനെ അത് ആ പമ്പ് കൈ പിടിച്ച് കരഞ്ഞു. ഞാൻ അന്യനല്ല. ലാഭം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ബാക്കിൽ വരുന്ന സംഗതിയാണ്. എത്തിയപ്പോൾ നമ്മളതിനെ വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ പരാജയങ്ങളും നമുക്ക് മുന്നേറാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ടാവും. ഹായ് എവരിവൺ, ക്രിയ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷാജിക്കാണ്. ഷാജി മൻഹാർ എന്ന് പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. നമ്മളെ സമോറ ഗ്രൂപ്പിന്റെയും അതേപോലെ തന്നെ ഫ്യൂമയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അല്ലെ ഷാജിക്ക? സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ഷാജിക്കാണ്. ഷാജിക്ക മറ്റു പല സംഘടനകളിലും സജീവ സാന്നിധ്യമാണ്. പിന്നെ കൂടാതെ ഷാജിഖാനെ എനിക്ക് എങ്ങനെയാണ് പരിചയം എന്ന് വെച്ചാൽ BNIയിൽ ഷാജിക്കുണ്ട്. ഞാനിപ്പോൾ അതിലൊരു ന്യൂ മെമ്പറാണ്. ഷാജിക്ക അതിൽ മുമ്പേ ഉള്ള ഒരാളാണ്. BNIയിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ ഷാജിക്ക് തന്നെയാണ്. കാരണം BNIയിലെ സംസാരത്തിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എൻഗേജിങ്ങിലാണെന്നുണ്ടെങ്കിലും BNIനെ ഏറ്റവും അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കാൻ ഏറ്റവും കൂടുതൽ ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ് ഷാജിക്ക. ഷാജിക്ക, എന്തൊക്കെയാ വർത്താനം? ഓക്കെ, വളരെ നല്ല അഭിപ്രായം. പിന്നെ ഇതിൽ നല്ല പുതിയ മെമ്പർ പഴയ മെമ്പർ ഒന്നുമില്ല, എല്ലാവരും മെമ്പേഴ്സാണ്. എല്ലാവരും ഒരേപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് BNI നമ്മൾ പരിചയപ്പെടുന്നത്. BNIയിൽ വെച്ചിട്ടാണ്. അതെ. അപ്പോൾ പല സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ആളുകളുമായിട്ടുള്ള ബന്ധത്തിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മിഷാമിലുമായിട്ടും ഒക്കെ ഉള്ള ബന്ധം പല സംഘടനകളിലും പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനകളിലൊക്കെ ഇതേപോലെ പല ആളുകളുമായിട്ടുള്ള ബന്ധമാണ് സത്യത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ ഈ ക്രിയ ടാക്സ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മുമ്പത്തെ തലമുറ പോലെയല്ല. ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് ആൾക്കാർ ബിസിനസ്സിലോട്ട് വരാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം നിങ്ങളെപ്പോലുള്ള ബിസിനസ് എൻ്റർപ്രണേഴ്സിനെ വെച്ചിട്ടും നമുക്കൊക്കെ ശരിക്കും നിങ്ങളോടൊക്കെ വന്ന് സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ കാണുന്നതൊക്കെ ശരിക്കും നമുക്കൊരു പ്രചോദനമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രിയ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് അതിൻ്റെ ഒരു 4ാമത്തെ എപ്പിസോഡാണ്. പിന്നെ ഷാജിക്ക ശരിക്കും എന്തൊക്കെയാ പൊസിഷൻസ് ഹെൽഡ് ചെയ്യുന്നുണ്ട്? എല്ലാവർക്കും ഒന്ന് അറിയാൻ ആഗ്രഹം കാണും. ഷാജിക്ക ഒന്ന് പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയറ്റാക്കിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോഗ്രാം നിങ്ങളെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് അത് കൂടുതൽ പ്രചോദനമാവുമെങ്കിൽ വളരെ സന്തോഷം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നിങ്ങൾ പ്രചോദനമാകും ഞാനെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പ്രചോദനം എന്ന് പറയുന്നത് നമ്മളെ ഈ ചുറ്റുഭാഗം തന്നെയാണ്. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഓരോ ആളുകളിലും നമുക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അതിനകത്തുള്ള ആളുകളെ ഹീറോ ആയി അതിനെ എന്താ പറയുക റോൾ മോഡലാക്കുന്നതിന് പകരം, അത് വേണ്ട എന്നല്ല പറയുന്നത്, അതിന് പകരം നമ്മുടെ ചുറ്റുഭാഗങ്ങളിലെ നന്മയുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് കർഷകരാകട്ടെ, അധ്യാപകരാകട്ടെ, അവർ ചെയ്യുന്ന മേഖലയിൽ അവർ കാണിക്കുന്ന ആ ഡെഡിക്കേഷനും അവർ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ വ്യക്തിമുദ്ര പതിപ്പിച്ചു കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രചോദനമാകാനുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പം ഇത്തരത്തിലുള്ള നിങ്ങൾ നടത്തുന്ന ഈ പരിപാടി എല്ലാവിധ ആശംസകളും, അതുപോലെ ഇത് വലിയൊരു വിജയമാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. പിന്നെ അതുപോലെ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഞാൻ ഏതൊക്കെ മേഖലയിലാണുള്ളത്. ഞാൻ ഫർണിച്ചർ മാനുഫാക്ചറാണ് മെയിനായിട്ട്. അപ്പോൾ ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ, ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആളുകൾ, അതിൻ്റെ ഷോറൂമുകൾ, അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ സംഘടന, കേരളത്തിലെ ഏക വലിയ സംഘടന. അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ ഞാൻ ഒട്ടേറെ സംഘടനകളിലും അസോസിയേഷനുകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യന് ഉപകാരമുണ്ടാകുന്ന ഏതൊക്കെ അസോസിയേഷനുകളുണ്ടോ അതിലൊക്കെ ഞാൻ മെമ്പറാണ്. എന്നെ സമീപിച്ചിട്ടുള്ള എല്ലാ അസോസിയേഷനുകളിലും ഞാൻ മെമ്പറാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ്സുമായിട്ട് അപ്പോൾ ബിസിനസ്സാണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംഘടനകൾ, ഇപ്പോൾ കാലിക്കറ്റ് ചേംബർ, പിന്നെ അതുപോലെ മലപ്പുറം ചേംബർ, അതുപോലെ BNI, റോട്ടറി ക്ലബ്ബ് തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ, എല്ലാ മേഖലകളിലും എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നമുക്കറിയാം കരുളായി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെയുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അത് നാടിന് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമ്മൾ ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ അസോസിയേഷനുകളിലൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് സംഘടനകളിലൊക്കെ ആഭിമുഖ്യം വഹിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് പേഴ്സണൽ ലൈഫിലും ബിസിനസ്സിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ബിസിനസ്സിന് ഏത് തരത്തിലാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്?
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമായിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഇതിൽ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയണത് ഒരു മനുഷ്യന് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ കാര്യങ്ങൾ മാത്രം, നമ്മളെ ബിസിനസ്, നമ്മളെ പണം, നമ്മുടെ അങ്ങനെ ജീവിക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലാതെയാവും. അതുകൊണ്ടാണ് ഇത്തരം സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ചെയ്യണുണ്ടാവും. ഒന്നുകിൽ ചില ആളുകൾക്ക് രാഷ്ട്രീയ പാർട്ടികളിലാവും, ചില മതസംഘടനകളിലാവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളിലും ഉണ്ട് എന്നുള്ളതാണ്. ഒരുവിധം എന്നെ സമീപിച്ചിട്ടുള്ള എല്ലാ സംഘടനകളിലും മെമ്പറോ ആക്റ്റീവ് മെമ്പറോ ആണ് ഞാൻ. അത് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടുള്ള ഒരു താല്പര്യം, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ ചെയ്യണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളിലും നമ്മൾ സജീവമായിട്ട് സഹകരിക്കും. അത് രാഷ്ട്രീയമോ ജാതിയോ മതത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും നമ്മളെ കൊണ്ടിപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് പോലും നിങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ, എൻ്റെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട്, അതല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ്. അപ്പം നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരം സാമൂഹിക സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനെന്ന വ്യക്തിക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ഫർണിച്ചറുമായി ബന്ധപ്പെട്ട ആളുകളുമായി കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ എവിടെ പോയാലും, ഏത് മുക്കുമൂലകളിൽ പോയാലും ഞാൻ അന്യനല്ല. എനിക്ക് അതെൻ്റെ ഒരു നാട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എവിടെ പോയാലും ഞാൻ കുടുങ്ങൂല, അത് പ്രയാസപ്പെടൂല എന്നുള്ള ഒരു കോൺഫിഡൻ്റ് എനിക്കുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന സാമൂഹിക മേഖലയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊന്നും നമ്മൾക്ക് എന്തെങ്കിലും കൊടുത്താലോ പണം കൊടുത്താലോ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ ആളുകളുമായിട്ടുള്ള ബന്ധം അത് എത്രമാത്രം കൂടുന്നോ അത്രമാത്രം നമുക്ക് കോൺഫിഡൻ്റ് ആണ്. നമ്മളറിയാതെ നമ്മുടെ ഒരു വളർച്ച കൂടിയാണത്. അതൊക്കെയാണ് നമ്മുടെ വളർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, പിന്നെ നമ്മൾ ഇടപെടുന്ന നമ്മുടെ അസോസിയേഷനുകളിലും ക്ലബ്ബുകളിലും ഒക്കെ ആളുകളുമായിട്ടുള്ള ഹൃദയം തുറന്ന ബന്ധങ്ങൾ, കാപട്യമില്ലാതെ മനസ്സ് തുറന്ന് സംസാരിക്കാനും ഇടപെടാനും നമ്മൾക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളുമായിട്ട് നല്ല ഒരു ആത്മബന്ധം ഉണ്ടാക്കാനും അതുവഴി നമുക്ക് ഒരു സ്വയം വളർച്ചയിലേക്കും വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളൊരു സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി ഒരു മിനിറ്റ് സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് അല്ല, മറിച്ച് അത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നാളേക്കുള്ള നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ജീവിതാനുഭവം വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അധികം നമ്മൾ ശരിക്കും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ അതിൽ നമ്മൾ കാണിക്കേണ്ട ക്വാളിറ്റീസ്, കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു മോട്ടോ. അപ്പോൾ ഷാജിക്കാക്ക് എന്തൊക്കെയാണ് ഷാജിഖാൻ്റെ ഒരു ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ്സിൽ എന്തൊക്കെ ക്വാളിറ്റി എന്നുള്ളതിന് പകരം നമ്മൾ എല്ലാ മേഖലയിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ നമ്മളൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒന്ന്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ മാനുഫാക്ചറിങ് ആണെങ്കിൽ, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അത് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് ലാഭം കിട്ടും, അത് 10 വിറ്റാൽ നമുക്ക് എത്ര ലാഭം കിട്ടും, 100 ആയാൽ എത്ര ലാഭം, സിനിമയിൽ ശ്രീനിവാസൻ പറയുമ്പോൾ അത് 1000 ആയാൽ എത്ര എന്നല്ല ചിന്തിക്കുന്നതിന് പകരം ആദ്യം ചിന്തിക്കേണ്ടത്, ഞാൻ ഇറക്കുന്ന പ്രൊഡക്റ്റ് അത് വാങ്ങുന്ന ഒരു കസ്റ്റമർ, ആ വാങ്ങുന്ന കസ്റ്റമർ സംതൃപ്തനാണോ, ആ വാങ്ങുന്ന കാശിനുള്ള ക്വാളിറ്റി അത് ഉണ്ടോ. അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ ഇറക്കുന്ന പ്രൊഡക്റ്റ് അത് വാങ്ങുന്ന ഒരാൾക്ക് ഞാൻ ഈ വാങ്ങിയ കാശിന് അത് ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ ബിസിനസ്സിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലാഭം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ബാക്കിൽ വരുന്ന സംഗതിയാണ്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റിന് ഉള്ള വിശ്വാസ്യതയും അത് ആളുകൾക്ക് ലഭിക്കുന്ന സർവീസുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
രണ്ടാമത് ബിസിനസ്സും ലാഭവും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിറകെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഷാജിക, അപ്പോൾ നമ്മൾ ഈ ബിസിനസിന്റെ കാര്യങ്ങളും അതിൻ്റെ വരുത്തേണ്ട ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഷാജിക്ക നമ്മുടെ ഈ സമോറ ഫർണിച്ചറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? ഞാൻ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മളെ ടീമിനോട് പറയാറുള്ളത്. ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ നല്ല പ്രൊഡക്റ്റായി ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകണം എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട്. അതുപോലെ സമോറിയ എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഫർണിച്ചർ മാനുഫാക്ചറിങ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് A to Z ഞങ്ങൾ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. മരം എടുക്കുന്ന വുഡ് സോഴ്സ് ചെയ്യുന്ന അവിടെ തൊട്ട് അത് സീസണിങ്, ആ വുഡ് നന്നായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന അവിടെ തൊട്ട് അത് കാർപ്പൻട്രി സെക്ഷൻ കഴിഞ്ഞ് ഫിനിഷിങ് വരെ എല്ലാം നമ്മൾ തന്നെ നമ്മുടെ കമ്പനിയിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ 100% കോൺഫിഡൻ്റ് ആണ് ഈ പ്രൊഡക്റ്റ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് നല്ല സർവീസും കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ബിസിനസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഷാജിഖാൻ്റെ ഒരു ബിസിനസ്സിലോട്ടുള്ള ഒരു എൻട്രി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഷാജിഖാൻ്റെ ഒരു ചെറുപ്പം മുതലുള്ള ഒരു ഇതുവരെയുള്ള ഒരു ലൈഫ് സ്റ്റോറി എങ്ങനെയാണ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാൻ പറ്റും? നമ്മൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വന്നത് നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്കൊക്കെ അത് ആഗ്രഹിക്കാം. കാരണം പിന്നെ നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ഞാൻ ബിസിനസ്സിലേക്കാണ്, ഞാൻ എൻജിനീയറാണ്, ഡോക്ടറാണ്. നിങ്ങൾ വളരെ ചെറുപ്പത്തിലെ അതിനനുസരിച്ചുള്ള ഞങ്ങളൊന്നും പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല. നമ്മുടെ മുമ്പിൽ വലിയ അവസരങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് ചെറുപ്പം മുതലേ ആഗ്രഹിച്ച് ഫർണിച്ചർ ബിസിനസ് ചെയ്യണം എന്ന് കരുതി വന്ന ആളുമല്ല. നമ്മളത് ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മേഖലയിൽ എത്തി എന്നുള്ളതാണ്. എത്തിയ സ്ഥിതിക്ക് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എത്തി, അവിചാരിതമായിട്ട് എത്തി. നമ്മൾ ജീവിതത്തിൽ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്ത് അവസാനം നമ്മൾ എത്തിയ ഒരു സ്ഥലമാണ് ഫർണിച്ചർ മാനുഫാക്ചറിങ്. അപ്പോൾ അത് ചെറുപ്പം മുതലേ ആഗ്രഹിച്ചതോ അതല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എത്തിയ സ്ഥിതിക്ക് അവിടെ വളരെ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എത്തിപ്പെട്ട സ്ഥലത്ത് വളരെ സന്തോഷത്തോടെ ഏറ്റവും നന്നായി സന്തോഷിച്ച് അത് ആഘോഷിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിൽ ഇപ്പം നിൽക്കുന്നത്. നമ്മളത് വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചാണ്ട് എത്തിയൊന്നുമല്ല, പക്ഷേ എത്തിയപ്പോൾ നമ്മളതിനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ ബിസിനസ്സിനെയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഫർണിച്ചർ ബിസിനസ്സിലുമായിട്ടും. ഷാജിക്കാക്ക് വേറെ എന്തൊക്കെയാണ് ബിസിനസ്സാണുള്ളത്? മെയിനായിട്ട് ഫർണിച്ചർ മാനുഫാക്ചറിങ് ആണ്. പിന്നെ അതുപോലെ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വുഡ് പ്രോസസ്സിങ് ഉണ്ട്, ഫർണിച്ചർ മാനുഫാക്ചറിങ് ഉണ്ട്, സോഫ മാനുഫാക്ചറിങ് ഉണ്ട്. പിന്നെ അതുപോലെ ഷോറൂംസ് ഉണ്ട്, ഫർണിച്ചറിൻ്റെ ഷോറൂംസ് ഉണ്ട്. അതുപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ബിസിനസ്. റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉണ്ടല്ലേ? റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്തായിരുന്നു? ഗ്രിൽ പാർക്ക് എന്നാണ് റെസ്റ്റോറൻ്റ് പേര്. കേരളത്തിലാണോ അതോ? അത് തമിഴ്നാട്ടിൽ നമ്മളെ തിരുപ്പൂരാണ്. എനിക്ക് നോക്കിയാൽ അറിയാം. അത് തിരുപ്പൂരിലെ നമ്പർ 1 നോൺ വെജിൻ്റെ ഒരു റെസ്റ്റോറൻ്റ്. ഓ, അടിപൊളി അടിപൊളി. പിന്നെ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഷാജിഖാൻ്റെ ബിസിനസ് ഇപ്പോൾ നടക്കുന്നത്? മെയിനായിട്ട് കേരളത്തിൽ ഒന്ന്, പിന്നെ അതുപോലെ തമിഴ്നാടുണ്ട്. തമിഴ്നാട് അവിനാശിയിലാണ് നമ്മുടെ ഒരു കമ്പനി ഉള്ളത്. അതുപോലെ കർണാടകത്തിൽ ബാംഗ്ലൂരിലാണ്. അതുപോലെ ഹൈദരാബാദും. ഇത്രയും സ്റ്റേറ്റുകളിൽ നമുക്ക് യൂണിറ്റുകളുണ്ട്. പിന്നെ അവിടെയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ അത് കൂടാതെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, അതായത് ആന്ധ്ര, തെലുങ്കാന, പോണ്ടിച്ചേരി, തമിഴ്നാട്, കേരള, കർണാടക എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റു ബിസിനസിൻ്റെ കൂടെ തന്നെ ഷാജിഖാൻ്റെ പുതിയൊരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ, മൻഹാർ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഷോറൂം. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എൻ്റെ വലിയ പ്രതീക്ഷയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് മൻഹാർ ഹോം സ്റ്റോർ എന്ന് പറയുന്നത്. മൻഹാർ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് തന്നെയാണ്, മൻഹാർ ഹോം സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അത് ഫർണിച്ചർ ഷോപ്പ്, ഒരാൾ വന്നിട്ട് ഒരു ഫർണിച്ചർ എടുത്തു പോകുക എന്നുള്ളതിന് വ്യത്യസ്തമായി അത് അവർ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വന്നിട്ടുള്ള ആളുകൾ വിഷാമിൽ വന്നിട്ടുണ്ടോ? ഇനാഗുറേഷൻ ഒരുപാട് ആളുകൾ ഇവിടുന്ന് വന്നിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റുമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഓരോ ഫർണിച്ചറും കൃത്യമായി പ്ലേസ് ചെയ്ത് അതിൻ്റെ ആംബിയൻസൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് പ്രൊഡക്റ്റുകളും ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മൻഹാർ ഹോം സ്റ്റോർ എന്നുള്ള ഒരു സ്ഥാപനം. അത് ഫസ്റ്റ് നമ്മൾ തിരുപ്പൂരിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇനിയും ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ തുടങ്ങണം, അതിൻ്റെ ഒരുപാട് ഷോറൂമുകൾ തുടങ്ങണം എന്നുള്ള മനസ്സിലൊരാഗ്രഹമുണ്ട്.
അതുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ മൻഹർ ഹോം സ്റ്റോർ തിരുപ്പൂരിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ എല്ലാ കാര്യത്തിലുള്ള നിങ്ങൾ ഈ പ്രസരിപ്പും നിങ്ങൾ ഈ ഇതും കീപ്പ് ചെയ്യുന്നത്? കാരണം നമുക്കൊക്കെ എപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളൊന്നും നിങ്ങളെ പോലെ ഇത്രയും വലിയൊരു ബിസിനസ് നിങ്ങൾ റൺ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റാഫുകളുണ്ട്, 1000-ൽ പരം സ്റ്റാഫുകളുണ്ട് അല്ലേ? നമുക്കൊക്കെ ഇതിലും വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ നമുക്കിത് കീപ്പ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ഈ ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഈ ഒരു റിലാക്സേഷനിലോ നമുക്ക് ഈ ഇതിനെ ഒരിക്കലും ഇതാക്കി പോകാൻ പറ്റില്ല. കാരണം നമുക്ക് റഷാണ്. നിങ്ങൾ അതിൽ കൂടുതൽ റഷ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതെങ്ങനെയാണ് നിങ്ങൾ കീപ്പ് ചെയ്ത് പോകുന്നത്? ഈ നിങ്ങളെക്കാൾ കൂടുതൽ ടെൻഷൻ എനിക്കുണ്ടോ, എന്നെക്കാൾ കൂടുതൽ ടെൻഷൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. നമ്മളെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതൊരു വലിയ പ്രശ്നമായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴാണ് അത് നമ്മളെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും നമ്മൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ഇല്ലായ്മയെക്കുറിച്ചും നമുക്ക് എപ്പോഴും ആലോചിച്ചാൽ ഒരാൾക്കും ജീവിതത്തിൽ സന്തോഷം കിട്ടില്ല. നമുക്ക് ഇന്ന് കിട്ടിയ നമ്മുടെ നേട്ടത്തെക്കുറിച്ച്, നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വന്ന നമ്മളെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷവാന്മാരായും ഉന്മേഷമുള്ള ആയിട്ടിരിക്കാൻ കഴിയും. നമ്മളെ പ്രയാസങ്ങളെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അനുഭവിക്കുന്ന അതല്ലെങ്കിൽ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രാവിലെ മുതൽ ഞാൻ അത് തന്നെ ആലോചിച്ചാൽ എനിക്ക് സന്തോഷിക്കാനോ ചിരിക്കാനോ സമയം ഉണ്ടാവില്ല. പ്രശ്നങ്ങളെയും ഒക്കെ അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. നമ്മൾ അവസരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാതെ അവസരങ്ങളെക്കുറിച്ചും നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിച്ച് സന്തോഷപ്പെടുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ ചെന്നാലും വളരെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നമ്മളാണ്, അല്ലേ? നമ്മളെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നമ്മളാണ്, അത് മറ്റാരുമല്ല. അപ്പൊ നമ്മുടെ സന്തോഷം മാക്സിമം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് ശരിക്കും ഇന്നത്തെ ഒരു തലമുറക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആളുകൾക്ക്, എനിക്ക് പോലും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ടെൻഷനെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമല്ല, അതിൻ്റെ സൊല്യൂഷനെ ആലോചിക്കുക, അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ശരിക്കും ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഈ ഫാമിലി, പിന്നെ അതുപോലെ തന്നെ ഫാമിലിക്ക് കൊടുക്കുന്ന സമയം, ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് ബിസി മാൻ എന്നുള്ളൊരു മീനിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഫാമിലിൻ്റെ സമയം, ഫാമിലിനെ എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നത്, ഇതിന് പറ്റിയിട്ടുള്ളൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ജീവിതത്തിൽ ബിസിനസ്സിൽ നമുക്ക് എവിടെയെങ്കിലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഷാമിലിനാണെങ്കിലും ആർക്കാണെങ്കിലും ജീവിതത്തിൽ നമുക്ക് എവിടെയെങ്കിലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ കഴിയില്ല എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ്. നല്ല ഒരു ഫാമിലി ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു മനുഷ്യനാകാൻ കഴിയുള്ളൂ. നല്ലൊരു മനുഷ്യനായാലും നല്ലൊരു ബിസിനസ്സുകാരനാകാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫാമിലി എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്, ഒരു ഘടകം തന്നെയാണ്. ബിസിനസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ബിസിനസ്സിനെ നിലനിർത്തുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇടപെടുന്ന നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ, നമ്മുടെ അസോസിയേഷനുകൾ, നമ്മൾ ബന്ധപ്പെടുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഘടകങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതില്ലെങ്കിലും ഒരു സമൂഹത്തിൽ നമ്മളൊരു മനുഷ്യനായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവും. നമ്മൾ മാത്രമായിട്ട് ഒതുങ്ങി പോകുമ്പോൾ അത് നമ്മൾ ജീവിക്കുന്നതിലൊരർത്ഥം കിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാ സാംസ്കാരിക സാമൂഹിക നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ സംഘടനകളും എല്ലാ അസോസിയേഷനുകളും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. നമ്മളെ ബിസിനസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ബിസിനസ്സും നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ഫാമിലി ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ മൂന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മൂന്നിനും നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ബിസിനസ്സിന് സമയം കണ്ടെത്തണം, നമ്മുടെ ഫാമിലിക്ക് സമയം കണ്ടെത്തണം, നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ അസോസിയേഷനുകളിലും നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താ പറയുക, നല്ലൊരു മനുഷ്യനായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ബിസിനസ്സിനാണെങ്കിലും നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിക്ക് സമയം എന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ 2 മണിക്കൂർ കണ്ടെത്തുക അല്ലെങ്കിൽ 3, അങ്ങനെ എഴുതി വെക്കപ്പെട്ട ഒരു സമയമല്ല അത്. നമുക്ക് ഫ്രീ ആകുന്ന സമയം, അതല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന സമയത്തൊക്കെ അവരുമായി ഇടപെടുക എന്നുള്ളതാണ്. യാത്ര ചെയ്യുക, അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ കെയർ ചെയ്യുക,
ഇതൊക്കെ. എന്നാലും നമ്മളിത് മൂന്നും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ വലിയ പ്രയാസം വരും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാറുള്ളത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. ഫാമിലിക്കുള്ള സമയം മാത്രമാണ് നമുക്ക് കുറച്ചൊക്കെ നഷ്ടപ്പെടുക. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ്റെ വർക്കായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഫാമിലിയുടെ സമയം തന്നെയാവും. അത് അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ റെഡി ആവാറുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാവുന്ന ഒരു ഫാമിലിയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഷാജിഖാന്റെ ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഷാമിലുണ്ട്, വലിയ മോനുണ്ട്, ഷാമിലുണ്ട്, അവന് കൂടെ ബിസിനസ്സിലുണ്ട്. പിന്നെ ഞങ്ങളെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഫാമിലി മെമ്പേഴ്സാണ്. എൻ്റെ കസിൻസ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ ഫാമിലിയിലെ ഒട്ടേറെ ആളുകൾ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിന്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ബിസിനസ്സിൽ ഫാമിലിനെ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ട് തന്നെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടുപേരെ കൂടെ തന്നെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഷാജി. തീർച്ചയായിട്ടും നമ്മൾ ഫാമിലിയും ഒക്കെ കൂടെ പിടിച്ചു പോകുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മളെ ഫാമിലിയിലെ ആരൊക്കെ ചെറുപ്പക്കാരുണ്ടോ അവർക്കൊക്കെ ഒരു തൊഴിൽ കൊടുക്കുക, അതല്ലെങ്കിൽ കൂടെ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം ഫാമിലിൻ്റെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിൽ സന്തോഷം, നമുക്കും ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്ര സ്റ്റാഫുകൾ ഇവരൊക്കെ മാനേജിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ? നമുക്ക് ആരും ഒരു നേരിട്ട് പോയിട്ട് ഇതാക്കാനോ ഓരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, പോസിബിളി ഒരിക്കലും പറ്റൂല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഓരോ ബിസിനസ്സിലും നമ്മൾ ഓരോ സിസ്റ്റം ഉണ്ടാവുക. ഞാനിപ്പോൾ ബിസിനസ് 2, 3 അല്ലെങ്കിൽ 5 ആളുമായിട്ട് ആദ്യം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചെറിയ ഒരു സംരംഭമായിട്ടാണ് തുടങ്ങുന്നത്. തുടങ്ങുമ്പോൾ ഞാൻ വലിയൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടല്ല ബിസിനസ് തുടങ്ങുന്നത്. സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴികളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഓരോ ആളുകളും ഓരോ രീതിയിലായിരിക്കും ഓരോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഉടലെടുത്ത് വരുന്ന ഒരു സൊല്യൂഷനാണ് സത്യത്തിൽ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ആളുകൾ കൂടുമ്പോൾ അതിനനുസരിച്ച് സിസ്റ്റം വരും. അപ്പോൾ ഓരോ യൂണിറ്റുകൾ കൂടുമ്പോൾ അതിനനുസരിച്ച് അവിടങ്ങളിൽ ഓരോ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരും. അത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ 100% സിസ്റ്റം വളരെ കണ്ടീഷനാണെന്നുള്ള അഭിപ്രായങ്ങളില്ല. അത് നമ്മൾ പരിശോധിക്കും. പരിശോധിക്കുമ്പോൾ എവിടേക്കാണോ വീക്ക് അത് നമ്മൾ പരിഹരിച്ച് അങ്ങനെ ഒരു നല്ല സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനാണ് ഏതൊരു ബിസിനസ്സിനും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഷാജിക്ക, ഇപ്പോൾ ബിസിനസ്സിനോടുള്ള കാര്യങ്ങളൊക്കെ ഷാജിക്ക പറഞ്ഞു. പിന്നെ ബിസിനസ്സിലോട്ട് കടന്നു വരുന്നതിൻ്റെ മുമ്പ് വീട്, കൂട്ടുകാർ, പഠനകാലം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു ജീവിതം. അതൊന്ന് വിവരിക്കാൻ പറ്റുമോ ഷാജിക്ക? തീർച്ചയായിട്ടും. ഞാൻ പിന്നെ കരുളായിയാണ് വീട്. കരുളായി എനിക്കറിയാം. അവിടെ ഹൈസ്കൂള് വിദ്യാഭ്യാസം കഴിഞ്ഞ് മമ്പാട് കോളേജിലാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞത്. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും അന്ന് എല്ലാവരുടെ ഉള്ളിലെ ആഗ്രഹമാണ് ഒരു ഗൾഫ് സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഗൾഫ് സ്വപ്നമായിട്ട് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഗൾഫിലേക്ക് പോവുകയുണ്ടായി. അവിടെ 2.5 വർഷത്തോളം സൗദി അറേബ്യയിൽ പല ജോലികളും ചെയ്ത് അത് അവിടെ വേണ്ട രീതിയിൽ നമുക്ക് അവിടെ ശരിയായില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവിടെ അത് വ്യാജ വിസയായിരുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വരിക ചെയ്ത്. സൗദി അറേബ്യയിൽ ഞാൻ ഒരുവിധം എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ഒരുവിധം എല്ലാ പ്രദേശത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ 2.5 വർഷത്തിനിടയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ പിന്നെ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തി. ഞാൻ അവസാനം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. നാട്ടിലേക്ക് മടങ്ങി ഇവിടെ വന്നു. പറഞ്ഞ പോലെ വളരെ ചെറിയ രീതിയിൽ ആദ്യം തൊഴിലായിട്ടാണ് ചെയ്തത്. പിന്നീട് അതെനിക്ക് താല്പര്യപ്പെട്ടു. ഞാൻ അങ്ങനെ അത് ബിസിനസ്സായി. അത് കേരളത്തിലും അതേപോലെ തമിഴ്നാട് അവിനാശിയിലും, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്ത് അവിനാശിയിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് പിന്നീട് നമ്മൾ യാത്രകൾക്കിടയിൽ അങ്ങനെ വളർന്ന് നമ്മൾ എല്ലാ സ്റ്റേറ്റുകളിലും ഈ പറഞ്ഞ സ്റ്റേറ്റുകളിലൊക്കെ ബിസിനസ്സുമായിട്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ യാത്രനോടുള്ള ഒരു രണ്ടും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? യാത്ര ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് യാത്രയാണ്. ഞാൻ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ്റെ പുറത്തും ഒരുപാട് യാത്ര ചെയ്തു. നമ്മൾ ഓരോ യാത്രകളും നമുക്ക് വല്ലാതെ നമ്മളെ കണ്ണു തുറപ്പിക്കും എന്നുള്ളതാണ്. നമ്മളെ ചിന്താഗതികളെ മാറ്റും. നമുക്ക് ഓരോ വിഷയത്തിനെ കുറിച്ചുള്ള നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാവും. യാത്രകളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ മാറ്റിമറിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവിധ സംസ്കാരങ്ങൾ, വിവിധ ആളുകൾ, ഭാഷകൾ, അതേപോലെ നമ്മളൊരു പ്രകൃതി ആസ്വദിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ആളുകളുടെ അഭിരുചികൾ, ഓരോ പ്രദേശത്തിൻ്റെ, ഇതൊക്കെ നമ്മളിലുണ്ടാക്കുന്ന മാറ്റം, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാക്കുന്ന മാറ്റം ഒക്കെ വലിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല. നമ്മളൊരു പ്രദേശത്ത് മാത്രം ജീവിച്ച് അവിടുത്തെ മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും, മറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവർക്ക് ബിസിനസ്സിനോടുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച്, ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന അനുഭവങ്ങളാണ്. അപ്പം അത് കണ്ട് മനസ്സിലാക്കുന്നതും നമ്മൾ വല്ല പുസ്തകങ്ങളിൽ വായിച്ച് മനസ്സിലാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ യാത്രകളെ ഞാൻ ഒട്ടേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. യാത്രകളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാക്കിയിട്ടുള്ളത് യാത്രകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിസിനസ്സിൽ ഒരുപാട് അതിന് ഹെൽപ്പ് ഓ, ധാരാളം യാത്രകൾ തന്നെയാണ് സത്യത്തിൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ബിസിനസ്സിന്റെ സിസ്റ്റങ്ങളെ കുറിച്ചും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഷാജിക്ക് പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്നാണെങ്കിലും ബിസിനസ്സിന്റെ ഒരു എക്സ്പീരിയൻസ് നിന്നാണെങ്കിലും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പാടായിട്ട് വിശ്വസിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ജീവിതത്തിൽ നിന്നാണെങ്കിലും ബിസിനസ്സിൽ നിന്നാണെങ്കിലും എല്ലാത്തിലും പാഠമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓരോ പരാജയങ്ങളും ഓരോ വിജയങ്ങളും എല്ലാം നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതാണ്. നമ്മുടേത് മാത്രമല്ല, മറ്റുള്ള നമ്മളെ ബിസിനസ്സുകളിൽ ആളുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ പാഠം പോലെ തന്നെ നമ്മളത് നന്നായി പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് ജീവിതത്തിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫെയിലിയർ എന്ന് പറയണതൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പം അതിനൊക്കെ നമ്മൾ നന്നായിട്ടൊരു പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളിലും നമ്മളൊരു അവസരം കണ്ടെത്തുക എന്ന് പറയുന്ന പോലെ എല്ലാ പരാജയങ്ങളും നമുക്ക് മുന്നേറാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ടാവും. പിന്നെ ഷാജിക, നിങ്ങളെ പറ്റിയൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു കഥ, അങ്ങനെ തന്നെ പറയാം. പെട്രോൾ പമ്പിൽ ഡീസൽ മാറി അടിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് 500 രൂപ കൊടുത്തു പോയി എന്നുള്ളൊരു, അതിൽ പിന്നിലുള്ള വസ്തുത എന്താണ് ശരിക്കും? ഞാനത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം വലിയൊരു സംഭവമല്ല അതൊന്നും. ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വലിയൊരു മഹത്തരാണെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. പക്ഷെ നിങ്ങൾ അന്ന് ആ വർക്ക് മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ശരിക്കും ചെറുതല്ല, അത് ശരിക്കും വലിയൊരു ഇമ്പാക്ട് തന്നെയാണ്. നിങ്ങൾ ശരിക്കും ആ ഇൻസിഡന്റ് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ എൻ്റെ വണ്ടി ഫോർച്യൂണർ ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ഞാൻ അടിച്ച് ഫുൾ ടാങ്ക് അടിച്ച് നോക്കുമ്പോൾ പെട്രോളാണ്. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് പെട്രോളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുറച്ച് പ്രായമായ ഒരു ചേച്ചിയാണ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്രോളല്ല ചേച്ചി, ഡീസലായിരുന്നു പറഞ്ഞു. അപ്പോൾ ഉടനെ അത് ആ പമ്പ് കൈ പിടിച്ച് കരഞ്ഞു. അപ്പോൾ അത് കരഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഓഫാക്കി, ഞാൻ അതിനെ ചെന്ന് ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവേണ്ട ആൾ ഞാനാണ്, എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല, അതൊരു വലിയ സംഭവമല്ല. ജീവിതത്തിൽ നമുക്കൊക്കെ എപ്പോഴും അബദ്ധങ്ങളാണ് പറ്റുന്നത്. പിന്നെ ഒരു പെട്രോൾ പമ്പിലെ ഒരു പാവം ചേച്ചിക്ക് ഈ അബദ്ധം പറ്റാൻ പാടില്ല എന്ന് നമ്മൾ ശഠിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കുഴപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നേരം വെളുത്ത് ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് എത്രയോ അബദ്ധങ്ങൾ നമ്മൾ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിന്തകൾ ഒന്ന് പാളിപ്പോയാൽ നമുക്കൊക്കെ അബദ്ധങ്ങൾ പറ്റും. പോകുന്ന വണ്ടി ഒന്ന് സ്റ്റിയറിങ് നമുക്കൊരു അബദ്ധം പറ്റുമ്പോഴാണ് ആക്സിഡൻ്റ് ആവുക. അത് വലിയ ഒരു സംഭവം പോലെ അത് പെട്ടെന്ന് കരഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതിനെ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കരയല്ലേ, എൻ്റെ ഒരു കാരണം കൊണ്ട് നിങ്ങൾ കരഞ്ഞാൽ എനിക്കതൊരു പ്രയാസം വരും, എനിക്കൊരു പ്രയാസമല്ല, ഇത് നമ്മളത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ട് എന്നുള്ളതാണ്, ആ പരിഹാരം നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ വണ്ടി അവിടെ ഓഫാക്കി. പിന്നെ പമ്പിൻ്റെ ആളുകൾ വന്നു, ആ ഡീസൽ മുഴുവൻ മാറ്റി, അവർ പെട്രോൾ മുഴുവൻ മാറ്റി, അവർ ഡീസൽ അടിച്ചു. അതാണ് സൊല്യൂഷനാണ്. ഞാൻ അതിനോട് കുറേ കയർത്ത്, നിങ്ങളെന്ത് പണി കാണിച്ചെന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളെ ഉള്ളിലെ എല്ലാ ഫ്രസ്ട്രേഷനും ആ ചേച്ചിൻ്റെ മേലെ വേണമെങ്കിൽ പുറത്ത് കിടക്കാം. പക്ഷേ നമുക്ക് അതിനൊക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്, ബിസിനസ്സിലാണെങ്കിലും ലൈഫിലാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അബദ്ധങ്ങളുണ്ടാവും. ജീവിതത്തിൽ ബിസിനസ്സിലാണെങ്കിലും പല തെറ്റുകളും നമുക്ക് പറ്റും. അതിനൊക്കെ കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിൻ്റെ സൊല്യൂഷൻ
കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സൊല്യൂഷൻ കണ്ടെത്തി. അതുപോ പിന്നെ ഞാനതൊന്ന് അതിനെ ആശ്വസിപ്പിച്ചു. അത് കരഞ്ഞപ്പോൾ വീണ്ടും ഓഫീസിൽ നിന്ന് അറിയാലോ ഷിയാസ്, പിന്നെ അത് ഞാനത് അവിടെ അവസാനിപ്പിച്ചു പോകുന്നതാണ്. പിന്നെ അത് പമ്പിൽ ചർച്ചയായി. പിന്നെ അങ്ങനെ ഷിയാസ് എന്നോട് ഒരിക്കൽ ചോദിക്കുക ചെയ്തത്, ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങളാ ചേച്ചിക്ക് അബദ്ധത്തിൽ പെട്രോൾ അടിച്ച ചേച്ചിക്ക് 500 രൂപ കൊടുത്ത് പോയി എന്ന് പറഞ്ഞു. അപ്പം അത് കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാനൊരു 500 രൂപ കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങൾ കരയല്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെന്തെങ്കിലും ഫൈൽ വരികയാണെങ്കിലും ഇതിൽ തീരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ സമാധാനിപ്പിച്ചു. ഇതൊന്നും വലിയൊരു സംഭവമായിട്ടൊന്നും ഞാൻ കാണില്ല. അങ്ങനെയല്ല, അത് ശരിക്കും അതൊരു നമ്മളൊക്കെ ജീവിതത്തിൽ ആളുകൾക്കോ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അത്ര വലിയ സംഭവമായിട്ടൊന്നുമല്ല. പക്ഷെ ഒരു കാലത്ത് ഞാനും അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. നമ്മളൊരു അബദ്ധം പറ്റണോട് തട്ടി കയറുക, ഉടനെ നമ്മളെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അവരോട് തീർക്കുക. ഇതിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളൊരു പ്രശ്നത്തെ നമ്മളതിന് എന്താണ് സൊല്യൂഷൻ എന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. ശരിക്കും എല്ലാവരും അങ്ങനെയൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പമ്പത്തെ ആൾക്കാരോട് ചീത്ത പറയാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ള ഒരു പരിഹാരം കണ്ടെത്താനാണ്, അങ്ങനെയൊക്കെയാണല്ലോ ശരിക്കും ആൾക്കാർ ഉണ്ടാവില്ല. ശരിക്കും നല്ലൊരു നിങ്ങളൊരു മനസ്സാണിത്. അല്ലാതെ മനസ്സ് എന്നുള്ളതല്ല. ഞാൻ എൻ്റെ സമയവും ഞാൻ എൻ്റെ ശരീരം വെറുതെ ഹീറ്റാക്കി മറ്റുള്ളവനോട് ഒരു കാര്യമില്ലാതെ തീർക്കേണ്ട ഒരു ആവശ്യമുണ്ട് തോന്നാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യണത്. എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അതിനെ കുറേ വെറുതെ അവിടെ നിന്ന് കുറേ ബഹളം വെച്ചാൽ എൻ്റെ ശരീരത്തിനാണ് അതിൻ്റെ ദോഷം. അതല്ലാതെ ആ ചേച്ചി കുറച്ച് കരഞ്ഞാൽ അതിൻ്റെ പ്രശ്നം തീരും, പമ്പുകാർ കുറച്ച് കേട്ടുന്നാൽ അവരും അത് മറക്കും. പക്ഷെ എൻ്റെ ശരീരത്തെ ഞാൻ കേടുവരുത്തണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും പ്രതികരിക്കാത്തത്. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും നിങ്ങളെ ഒരു ക്യാരക്ടറിന്റെ ഒരു ക്വാളിറ്റി തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയൊന്നും കാണണ്ടെന്നേ. ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യണമെന്ന എല്ലാ ആളുകളും നാട്ടിലെ ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. അത് അത്രയേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഇത്ര ഒരു സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിനും പിന്നെ ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ ഈ ഒരു പോഡ്കാസ്റ്റ് ശരിക്കും ആളുകൾക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഒരുപാട് ഉണ്ടാവും. കാരണം ബിസിനസ്സിന് തുടങ്ങാനിരിക്കുന്ന ആളുകൾക്കും ബിസിനസ്സിലോട്ട് വരാനിരിക്കുന്ന ആളുകൾക്കും ബിസിനസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഒരുപാട് ഇൻസൈറ്റ്സ് നിങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, വളരെ വളരെ സന്തോഷം. ഈ ക്രിയാടാക്സിൻ്റെ ഈ ഒരു സംരംഭത്തിന് ഇത് നിങ്ങൾ ആളുകളിലേക്ക് കൂടുതൽ ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതും ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ബിസിനസ്സുകാരെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്നുള്ളതും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കുറേ കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്നും പഠിക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇനി ഒരുപാട് മുന്നേറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. എന്തായാലും ഇത്തരം സംരംഭവുമായിട്ട് കുറച്ച് ചെറുപ്പക്കാർ മുന്നോട്ട് വരുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആലോചിക്കുക. വളരെ സന്തോഷം തോന്നി. നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ ക്രിയാടാക്സിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു ഷാജിക്ക. അപ്പോൾ ഷാജിഖാൻ്റെ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.